തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ മനസാക്ഷി വോട്ടിന് നിർദ്ദേശിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം UDF-ലെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. UDF-ൽ മുസ്ലിം ലീഗും കോൺഗ്രസും തന്നിഷ്ടം കാണിക്കുന്നു എന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പരാതി. ഏകപക്ഷീയമായ നിലപാടിലൂടെ എല്ലാ സീറ്റുകളും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിക്കുള്ള അവകാശങ്ങൾ നിഷേധിച്ചത് പാർട്ടിയെ വളരെയധികം പ്രതിഷേധം അറിയിക്കുകയാണ്. UDF വിടാതെ തന്നെ കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ ഇലക്ഷനിൽ അവരുടെ താല്പര്യമനുസരിച്ചുള്ള വോട്ടുകൾ ചെയ്യാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനമെടുക്കുകയും അതിനുള്ള നിർദ്ദേശങ്ങൾ പാർട്ടി ഘടകങ്ങളിലേക്ക് പോവുകയും ആണ് ചെയ്തിരിക്കുന്നത്. അരുൺ പാറക്കൽ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന്. അരുൺ, ഈ വിഷയത്തിൽ UDF-ന്റെ പ്രാദേശിക നേതൃത്വം ഇടപെടൽ നടത്തിയില്ലേ? അനുജ, UDF-ന്റെ ജില്ലാ നേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചകളിലൊന്നും പരിഹാരമായിട്ടില്ല എന്നാണ് പുതിയ പ്രഖ്യാപനം വന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കാസർഗോഡ് ജില്ലയിൽ 7 പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ഒരു നഗരസഭയിലും അവർക്ക് സ്വാധീനമുണ്ട്. ആ സ്ഥലങ്ങളിൽ അവർക്ക് സീറ്റ് നൽകണമെന്നായിരുന്നു UDF നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. പക്ഷേ പഞ്ചായത്തുകളിലോ നഗരസഭയിലോ സീറ്റ് നൽകാൻ ഇതുവരെയും UDF നേതൃത്വം തയ്യാറായില്ല. അതുമാത്രമല്ല, അങ്ങനെ സീറ്റ് നൽകിയില്ലെങ്കിൽ കള്ളാർ ഡിവിഷൻ, ജില്ലാ പഞ്ചായത്തിലെ കള്ളാർ ഡിവിഷൻ അവർക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചു. ഇതോടുകൂടിയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ, തന്നിഷ്ടം കാണിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. ജില്ലയിലെ പ്രവർത്തകർക്ക് അവർക്ക് മനസാക്ഷി വോട്ട് ചെയ്യാം എന്നാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയത്. അത് കോൺഗ്രസിനോട് ഈ UDF നേതൃത്വത്തോടുള്ള ഒരു പ്രതിഷേധ സൂചകമായ ഒരു നിർദ്ദേശമായിട്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. TJ ജേക്കബ് വിഭാഗവും സമാനമായ രീതിയിൽ മനസാക്ഷി വോട്ടെന്ന ആശയവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും UDF-നുള്ളിൽ വിമതശല്യം മാത്രമല്ല, ലീഗിനും കോൺഗ്രസിനുമുള്ള വിമതശല്യം മാത്രമല്ല, ഒപ്പം ഈ ഘടകകക്ഷികളെ വേണ്ട രീതിയിൽ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ UDF-ന്റെ ജില്ലാ നേതൃത്വത്തിന് ആകുന്നില്ല എന്ന പരാതി കൂടിയുണ്ട്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ പ്രതിഫലിക്കുമെന്നതാണ് നോക്കിക്കാണുന്നത്. അതാണ് കാസർഗോട്ടാണ് UDF-ൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്. മനസാക്ഷി വോട്ടിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.